എനിക്കിങ്ങനെ അടുക്കളയിൽ എപ്പോഴും ചോറുണ്ടാക്കി ഒരു തടങ്കൽ പാളയത്തിൽ കഴിയുന്നത് പോലെ കഴിയാൻ എനിക്ക് കഴിയില്ല. എനിക്ക് പഠിപ്പുണ്ട്, എനിക്ക് ജോലി വേണം, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കണം, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി നിൽക്കാൻ മാത്രം പറ്റില്ല എന്നുള്ള രീതിയിൽ അവരെക്കുറിച്ച് സംസാരിച്ചു. അതേപോലെ തന്നെ എപ്പോഴും ആജ്ഞാപിക്കപ്പെടുന്ന ഭർത്താവ്, അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ കൽപ്പനകൾ ശിരസ്സാവ് വഹിക്കുന്ന ഭാര്യ എന്ന നിലയിലേക്ക് പല കുടുംബങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ അങ്ങനെ ചില സംഭവങ്ങൾ കുട്ടികൾക്ക് മുൻപിൽ ഉണ്ടാകുന്നില്ലേ? ഒരുപക്ഷെ രക്ഷിതാക്കളും ഇതിനൊരു വിവാഹ ജീവിതത്തോടെ കുട്ടികൾ പിന്നോട്ട് പോകാനുള്ള കാരണക്കാരല്ലേ എന്ന് എങ്ങനെയാണ് ഡോക്ടർ അങ്ങനെ കാണുന്നത്? തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, ഓരോ ആളുകളും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യരെയും ഒരേ ആവശ്യത്തിന് വേണ്ടി പടക്കുന്നതല്ല. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയാം, ഞാൻ എപ്പോഴും ഷാഫി ഇമാമിൻ്റെ ഉദാഹരണം പറയാറുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സാഹിത്യകാരനാണ്, മുഹദ്ദിസാണ്, മുഫസ്സിറാണ്, വൈദ്യനാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ കർമ്മശാസ്ത്രമാണ് എൻ്റെ മേഖല എന്ന് മനസ്സിലാക്കുകയും അതിനെ തിരഞ്ഞെടുക്കുകയും അതിൽ സംതൃപ്തിയാവുകയും ചെയ്തു എന്നതാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, വലിയൊരു 5 സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ 4 സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് ശമ്പളം വാങ്ങി ആ ശമ്പളം വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്ക് ശമ്പളം കൊടുക്കാൻ തയ്യാറാണ്, ആ ജോലി ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളിടത്താണ് ആളുകളുള്ളത്. ഇതൊക്കെ സാമൂഹികമായി വന്നിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമാണ്. എൻ്റെ ഉത്തരവാദിത്തം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ബോധവാന്മാരാവുന്നില്ല എന്നതാണ്. അതിലേക്ക് ഇസ്ലാമികമായ കാഴ്ചപ്പാടാകുന്ന ഇബാദത്ത് എന്ന കാഴ്ചപ്പാട് കൂടി വരുമ്പോൾ ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖിദ്മത്ത് മറ്റൊരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. ആ ഒരു അർത്ഥത്തിൽ അതിനെ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ സന്തോഷകരമായൊരു ഇബാദത്തും അതോടൊപ്പം ഒരു സർവീസുമാക്കി അതിനെ മാറ്റാൻ വേണ്ടി കഴിയും. ഇവിടെ പിന്നെ മറിച്ചൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ചില സന്ദർഭങ്ങളിലെങ്കിലും ഭർത്താക്കന്മാർ അതൊക്കെ അവരുടെ ഉത്തരവാദിത്തം മാത്രമാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് പ്രശ്നമല്ലേ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലെങ്ങനെയായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ സഹാബത്ത് ചോദിച്ചപ്പോൾ കാന ഫീ മിഹ്നത്തി അഹ്ലിഹി എന്നാണ് ആയിഷ ബീവി മറുപടി പറഞ്ഞത്. വീട്ടിൽ വന്നാൽ വീട്ടുകാരെ സഹായിക്കും. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ പാത്രം കഴുകും, ഭക്ഷണം ഉണ്ടാക്കും, ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി സഹകരിക്കും. അങ്ങനെ ഹത്താ ഇദാ ഹളറത്തി സ്വലാത്തു യഖ്റുജു ഇല സ്വലാ, നിസ്കാരത്തിൻ്റെ സമയമായാൽ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോവുകയും ചെയ്യും. അപ്പോൾ വീട്ടിൽ വന്നാൽ വീട്ടുകാരെന്താണോ ചെയ്യുന്നത് അതിൽ സഹകരിക്കുന്ന ഒരു രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സഹകരണ മനോഭാവത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഇരുവിഭാഗവും ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകും എന്നതാണ്. ഈ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ കാഴ്ചപ്പാടിൽ ഇത് തന്നെയാണ് ഉള്ളത്. പല സർവീസുകളെയും പല ഖിദ്മത്തുകളെയും നമ്മൾ ചെയ്യാൻ തയ്യാറല്ല. ആ ഖിദ്മത്ത് ജോലിയായി ചെയ്ത് ശമ്പളം വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ വേറൊരാൾ ജോലി ചെയ്തിട്ട് ശമ്പളമായിട്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറുണ്ട്. ഇതൊക്കെ ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു വ്യത്യാസമാണ്. ചില നേരിയ പ്രശ്നങ്ങളുണ്ട്. അടിച്ചേൽപ്പിക്കൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുകയും സഹകരണത്തോടുകൂടെ പോവുകയും ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും എന്നൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഒരുപക്ഷെ ലോകത്ത് ഏതൊരു തൊഴിലും ഏതൊരു പ്രവർത്തനത്തിനും പരിശീലനം ആവശ്യമാണ്. നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടിനെ നിയമിക്കുകയാണെങ്കിൽ അയാൾ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആളാണോ എന്ന് ഇൻ്റർവ്യൂ നടത്തി അത് നിയമിക്കുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ വിവാഹം എന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതിലൂടെ മക്കളുണ്ടാകുന്നു, അവരെ വളർത്തുന്നു, അങ്ങനെ പോകുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ്. പക്ഷേ നമ്മുടെ സമുദായത്തിൽ ഇപ്പോഴും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നവർക്ക് വേണ്ടത്ര ഒരു ക്ലാസ്സോ നിർദ്ദേശങ്ങളോ എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെന്ന് വെച്ചാൽ ഒരു പ്രീമാരിറ്റൽ കോഴ്സ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ പ്രീമാരിറ്റൽ ക്ലാസ് ഒരു അത്യന്താപേക്ഷിതമാണ് എന്ന് എനിക്ക് ഇവരൊക്കെ സംസാരിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നമുക്ക് നിർബന്ധം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതായത് 4 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ വിവാഹത്തിലൂടെ നടത്തപ്പെടുന്നുണ്ട്. ഒന്ന് മനുഷ്യൻ്റെ ശാരീരിക ആവശ്യം, രണ്ടാമത്തത് സാമൂഹിക ആവശ്യമാണ്, മറ്റൊന്ന് മാനസിക ആവശ്യം, പിന്നൊന്ന് വൈകാരിക ആവശ്യം. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങൾ മുഴുവനും, ഈ 4 പ്രധാനപ്പെട്ട ആവശ്യങ്ങളും നടത്തപ്പെടുന്ന ഒരു കർമ്മമാണ് വിവാഹം എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന ജീവിക്ക് ഒരു കാര്യവും പരിശീലിച്ചാലല്ലാതെ ചെയ്യാൻ കഴിയില്ല എന്നതാണ്. ലോകത്ത് ഒരുപാട് ജീവജാലങ്ങളുണ്ട്. യൂസുഫ് നബ്ഹാനി പറഞ്ഞതനുസരിച്ച് ഏകദേശം 20 ദശലക്ഷം ഇനം ജന്തുക്കൾ പ്രപഞ്ചത്തിലുണ്ട് എന്നാണ്. എന്നാൽ അതിൽ മനുഷ്യൻ എന്ന ഒരു
ജീവിക്ക് മാത്രമാണ് എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യേണ്ടത്. മറ്റുള്ള എല്ലാ വിഷയങ്ങൾക്കും, എല്ലാ വസ്തുക്കളെയും, എല്ലാ ജീവികളെയും പരിശോധിച്ചാൽ അവകൾക്ക് ജീവിക്കാനും അവർക്ക് ഇര തേടാനും അവകൾക്ക് പ്രതിരോധിക്കാനുമുള്ള ശക്തി ജന്മനാ നൽകപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന് വായു ശ്വസിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ ഉള്ള കഴിവിനെയോ പരിശീലനത്തെയോ ജന്മനാ നൽകപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഒരാട് പ്രസവിച്ചാൽ ആടും കുട്ടി അല്പസമയം വിശ്രമിച്ചതിന് ശേഷം അതിൻ്റെ ഉമ്മയുടെ അകിട്ടിൽ പോയി സ്വന്തമായി മുല കുടിക്കും. അതേ സമയത്ത് മനുഷ്യക്കുഞ്ഞ് ആ കാര്യം ചെയ്യുന്നില്ല. ശ്വാസം വലിക്കണമെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണമെന്നതാണ് മനുഷ്യക്കുഞ്ഞിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നിർബന്ധമായും പരിശീലിച്ചതിന് ശേഷം മാത്രം ചെയ്യേണ്ടതാണ് വിവാഹവും വിവാഹാനന്തര കർമ്മമായ ലൈംഗികതയും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. ഇന്നത്തെ ഒരു വലിയ വിഷയം ആരും പഠിക്കുന്നില്ല, ആരും പഠിപ്പിക്കുന്നുമില്ല. അതിനൊക്കെ പുറമെ അതൊന്നും അത്ര പഠിക്കാൻ മാത്രമുള്ളതല്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മനുഷ്യന് ഒരു വിഷയവും പരിശീലനത്തിലൂടെ അല്ലാതെ സാധ്യമല്ല. ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ സംസാരിക്കുന്ന ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവും അടിസ്ഥാനപരമായി സംസാരിക്കാനുള്ളതല്ല. ഇപ്പം നാവ് അടിസ്ഥാനപരമായി സംസാരിക്കാനല്ല, ടേസ്റ്റ് അറിയാനാണ്. പല്ല് സംസാരിക്കാനുള്ളതല്ല, ചുണ്ട് അടിസ്ഥാനപരമായി സംസാരിക്കാനുള്ളതല്ല, മൂക്ക് അടിസ്ഥാനപരമായി സംസാരിക്കാനുള്ളതല്ല, തൊണ്ട, ആമാശയം ഇതൊന്നും അടിസ്ഥാനപരമായി സംസാരിക്കാനുള്ളതല്ല. ഈ വസ്തുക്കളെല്ലാം ചേർത്തുകൊണ്ട് സംസാരത്തെ നമ്മൾ ജനിച്ചതിന് ശേഷം പഠിച്ചുണ്ടാക്കി സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരം നമ്മൾ പഠിക്കുന്നതാണ്, ചിരി നമ്മൾ പഠിക്കുന്നതാണ്, എല്ലാം മനുഷ്യൻ പഠിക്കുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഒരുമിച്ച് നിർവഹിക്കുന്ന വിഷയം മാത്രം മനുഷ്യൻ പഠിക്കാതെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് അപാകതകൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ആഴത്തിലുള്ള പ്രീ മാരിറ്റൽ കോഴ്സുകളും കൗൺസിലിങ്ങുകളും മഹല്ല് തലങ്ങളിൽ തന്നെ നടക്കേണ്ടതാണ്. അത് നടത്താൻ വേണ്ടി മഹല്ല് ഭാരവാഹികളും നേതൃത്വമൊക്കെ പരിശ്രമിക്കേണ്ടതാണ്. വിവാഹത്തിന് മുമ്പ് സ്വന്തം മക്കളെ ഇത്തരത്തിലുള്ള, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, ഇത്തരത്തിലുള്ള പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് ഹാജരാക്കിയിട്ട് അതിനുശേഷം വിവാഹം നടത്തി കൊടുക്കാനൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഏറ്റവും ചുരുങ്ങിയത് വിവാഹം നിശ്ചയിച്ചതിന് ശേഷമെങ്കിലും നല്ലൊരു പരിശീലനം സിദ്ധിച്ച ഒരു കൗൺസിലറുടെ അടുത്തേക്കൊന്ന് കൊണ്ടുപോയി ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ചിലവഴിച്ചിട്ട് ചില ഉപദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഭാവി ജീവിതത്തിൽ അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. 2 കുടുംബങ്ങൾ ഒന്നായിത്തീരുന്നതാണ് വിവാഹം. 2 വ്യക്തികൾ ഒന്നാവുന്നതല്ല. അതോടുകൂടി വലിയ 2 സമൂഹങ്ങളാണ് ഒന്നായിത്തീരുന്നത്. ഒരാൾ കല്യാണം കഴിച്ചു, ഭാര്യയെ മൊഴി ചൊല്ലിയാൽ പോലും ഭാര്യയുടെ ഉപ്പയും ഉമ്മയുമായിട്ടുള്ള ബന്ധം അവസാനിക്കില്ല, അവരുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം അവസാനിക്കില്ല. ഈ 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധം മാത്രമേ അവസാനിക്കുന്നുള്ളൂ. അപ്പോൾ 2 വലിയ കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്നതാണ് വിവാഹം എന്നു പേരായ കർമ്മം. അതുകൊണ്ട് തന്നെ 2 കുടുംബങ്ങളെ യോജിപ്പിക്കാൻ ആവശ്യമായ ധാരാളം ഘടകങ്ങളെക്കുറിച്ച് 2 കൂട്ടരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സ്ത്രീകളെടുത്താലും പുരുഷന്മാരെടുത്താലും സ്ത്രീകൾ മറ്റൊരു മനസ്സിൻ്റെ ഉടമയാണ്, പുരുഷന്മാർ മറ്റൊരു മനസ്സിൻ്റെ ഉടമയായിരിക്കും. അപ്പോൾ പുരുഷൻ എന്താണ് സ്ത്രീയുടെ മനസ്സ്, സ്ത്രീ എന്താണ് പുരുഷൻ്റെ മനസ്സ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോയാൽ സംഗതി വളരെ എളുപ്പത്തിൽ വൈവാഹിക ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഇത് തന്നെയാണ്. കാരണം ഈ കുടുംബത്തിൽ മാതാപിതാക്കൾ പരസ്പരം ഉമ്മയും ബാപ്പയും തമ്മിൽ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്നത് അത് കുട്ടികൾ കണ്ടാൽ മോശമാണ്. അവരുടെ മുമ്പിൽ നമ്മൾ വലിയ ഗൗരവക്കാരായിട്ട് ഇരിക്കണം എന്നൊരു ചിന്താഗതി പല കുടുംബങ്ങളിലുമുണ്ട്. പുതിയ തലമുറയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും സ്വന്തം ഭാര്യയ്ക്ക് ഒരു പിടി ഒരു ഉള്ള ചോറ് കൊടുക്കുക, തിരിച്ചു കൊടുക്കുക, അത് മക്കളെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയും ഒപ്പം പ്രകടിപ്പിക്കാവുന്ന സ്നേഹം മക്കളുടെ മുൻപിലും പ്രകടിപ്പിക്കുകയും ഭാര്യയും ഭർത്താവിനെ പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മളിത് കാണുന്ന പലരും ഈ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച പലരും പറയുന്നത് ഉമ്മയും ബാപ്പയൊക്കെ കാണുന്ന ആ ഒരു എന്താ പറയുക, ഭാര്യ ഭർത്താവ്, ഈ പദം തന്നെ തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാര്യ എന്നതും ഭർത്താവ് എന്നതും ഭരിക്കാനും ഭരിക്കപ്പെടാനും വിട്ട ആളുകളൊന്നും അതിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പാരതന്ത്ര്യം ആണ് വിവാഹം എന്ന നിലക്ക്. പുസ്തകം നേരത്തെ പറഞ്ഞ ഹോസ്റ്റലുകളിലെ ചില ജീവിത ചിട്ടകളിൽ ചില വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരും ഈ പറഞ്ഞതുപോലെ വിവാഹ ജീവിതത്തിൽ നിന്ന് വിവാഹമോചനം നടത്തിയവരോ വിവാഹത്തിന് താല്പര്യമില്ലാത്തവരോ ഒക്കെ ആയവർ. അപ്പോൾ ഇത്തരം ഒരു ഇത് കൂടി ആകുമ്പോൾ ഒരു പക്ഷേ ഇതിന് ആക്കം കൂടുന്നുണ്ട്. പക്ഷേ ഒരു കൗൺസിലിംഗ് മേഖലയിലുള്ള ആളുകൾ നിലക്ക് ഇതിൻ്റെ ഒറ്റമൂലി
എന്ന നിലയ്ക്ക് എല്ലാ പ്രോഗ്രാമിലും താങ്കൾ പറയുന്ന ഒരു ഒറ്റമൂലി എന്താണ്? ശാശ്വതമായി മാതാപിതാക്കൾക്ക് സമാധാനം ഉണ്ടാകണം, ഒപ്പം തന്നെ കുട്ടികൾക്ക് നല്ല ജീവിതം ഉണ്ടാകണം. എന്താണ് ഒരു ഒറ്റമൂലി? വിവാഹത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ബോധമുണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. അതായത് ഒന്ന്, ഇതിനെ ഇബാദത്തായിട്ട് കാണാൻ വേണ്ടി കഴിയുക. രണ്ടാമത്തൊരു കാര്യം സലാംക്ക പറഞ്ഞു കൊടുത്തു തന്നെ പറയുകയാണെങ്കിൽ, രണ്ട് കാര്യങ്ങൾക്ക് കുടുംബജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഒന്ന്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലും, രണ്ട്, ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിലും. ഇപ്പം സ്വർഗത്തിലെ യാത്രയെക്കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്, അവരും അവരുടെ ഭാര്യമാരും. സലാംക്ക പറഞ്ഞ പോലെ ഭാര്യ എന്നുള്ള പ്രയോഗം നമ്മൾ മലയാളത്തിൽ ശീലിച്ചതുകൊണ്ടാണ്. സത്യത്തിൽ ഇസ്ലാം അതിന് പ്രയോഗിച്ചിട്ടുള്ളത് സൗജ് എന്നാണ്, അതിൻ്റെ അർത്ഥം ഇണ എന്നാണ്. അപ്പോൾ ഇണ എന്ന പ്രയോഗമാണ് ശരിയായ പ്രയോഗം. ഈക്വലാണ്. നമ്മളങ്ങനെ പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് അതറിയാതെ വന്നു പോകുന്ന, അല്ലെങ്കിൽ അറിഞ്ഞു വന്നു പോകുന്ന ഒരു പ്രയോഗം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഇണകൾ പരസ്പരം പിന്നെ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതിൽ അവിടെയുള്ള മക്കളൊക്കെ കൂട്ടിയിട്ട് ഒന്നിച്ചിരുന്ന്. രണ്ടാമത്, ഒന്നിച്ച് യാത്ര പോവുക. ഇത് രണ്ടും സ്നേഹബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇണകൾ പരസ്പരം സൗഹൃദത്തിലും സന്തോഷത്തിലുമാണ് എന്ന് മക്കളെ അറിയിക്കേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ അറിയിച്ചാൽ മാത്രമേ ഗുണം ഉണ്ടാവുള്ളൂ എന്നാണ്. ഒന്ന് സ്നേഹവും മറ്റൊന്ന് നന്ദിയുമാണ്. അപ്പോൾ എനിക്കൊരാളുടെ നന്ദി ഉണ്ടെങ്കിൽ അറിയിക്കാതിരുന്നാലൊരു ഗുണം കിട്ടൂല. രണ്ടാമത് സ്നേഹം അറിയിക്കാതിരുന്നാലൊരു ഗുണം കിട്ടൂല. സ്നേഹം അറിയുന്നത് ചില പ്രത്യേകമായ വാക്കുകളെ കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടുമാണ്. അല്ലാതെ അത് കടലാസിൽ എഴുതി കൊടുക്കലല്ല. അത് ചില വാക്കുകളിലൂടെ മനസ്സിലാവും സ്നേഹത്തോടു കൂടെയാണെന്ന്, ചില പ്രവർത്തനങ്ങളിലൂടെയും മനസ്സിലാവും. സഹാബത്ത് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഞാൻ എൻ്റെ ഭാര്യയുടെ ഇണയുടെ വായയിലേക്ക് ഒരു പിടി ഭക്ഷണം വെച്ച് കൊടുത്താൽ അള്ളാഹു എനിക്ക് കൂലി നൽകുമോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഹത്താമാ യജ്അലു ഫീ ഇംറഅതിക, നീ നിൻ്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു പിടി ഭക്ഷണം വെച്ച് കൊടുക്കുന്നതിനും അള്ളാഹു നിനക്ക് കൂലി നൽകും. അതിൻ്റെ വിശദീകരണം പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്, ഈ ഭക്ഷണം വെച്ചു കൊടുത്തത് ശരിയായ മാർഗത്തിലല്ലെങ്കിൽ ശിക്ഷ ലഭിക്കുമല്ലോ. അപ്പോൾ ശരിയായ മാർഗത്തിലാണെങ്കിൽ അതിനെന്തായാലും കൂലി നൽകിയിരിക്കണം എന്നതാണ് അതിൻ്റെ ഹിക്മത്ത്, തത്വം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൾഗറല്ലാത്ത, അതായത് കുട്ടികൾ കണ്ടാൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതല്ലാത്ത എല്ലാ സൗഹൃദ സംഭാഷണങ്ങളും സൗഹൃദ പ്രകടനങ്ങളും സ്നേഹമസൃണമായ പെരുമാറ്റങ്ങളും ഈ മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടാവുകയും അത് കുട്ടികൾ കാണുകയും അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാണ്. ലോകത്തെ നമ്മൾ പരിശോധിച്ചാൽ 98% കുടുംബവും സന്തോഷകരമായാണ് കഴിയുന്നത്. അല്ലാതെയുള്ള 2% അറിഞ്ഞോ അറിയാതെയോ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്നത് മാത്രമാണ് പ്രശ്നം. അതുകൊണ്ട് സന്തോഷകരമായുള്ള കുടുംബജീവിതങ്ങളെ പരിശോധിക്കുകയും, ലോകത്തുനിന്ന് കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട്, അതൊക്കെ സന്തോഷകരമായ ജീവിതത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ഈ ചിന്തയെ മാറ്റിയെടുക്കുകയും, അല്ലാത്തത് വളരെ കുറവാണ്. ഇപ്പം നമ്മളൊരു ഭിത്തി, ഒരു ചുമര് പരിശോധിക്കുക. ആ ചുമര് എല്ലാ ഭാഗത്തും ഓട്ടയൊക്കെ അടച്ച് നന്നായിട്ട് പുട്ടിയൊക്കെ ഇട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിലുള്ള ആ ചുമരിൽ നിന്ന് എവിടെയെങ്കിലും ഒരു ഓട്ടം ഉണ്ടെങ്കിൽ അത് മാത്രമേ കാണുന്നുള്ളൂ എന്നതാണ് നല്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ 98% വൈവാഹിക ജീവിതവും സന്തോഷകരമായി ജീവിക്കുന്നുണ്ട്. ഒരു 2% അല്ലാത്തതുണ്ട്, അറിഞ്ഞോ അറിയാതെയോ അതിനെ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ്. അത് മൈൻഡ് ചെയ്യാതെ ലോകത്ത് ഒരുപാട് മനുഷ്യന്മാർ കഴിഞ്ഞുപോയി, എല്ലാവരും സന്തോഷകരമായ ദാമ്പത്യത്തിലാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം എന്നതാണ് എല്ലാവരോടും കൊടുക്കാനുള്ള നിർദ്ദേശം. വളരെ ആശ്വാസകരവും സന്തോഷകരവുമായ ഒരു അഭിപ്രായമാണ് ഡോക്ടറിൽ നമുക്ക് ലഭിച്ചത്. കുടുംബജീവിതം എന്നുള്ളതിൻ്റെ ആ മനോഹാരിത, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ സുഖം, അത് നമ്മുടെ മാതാപിതാക്കളിലൂടെ ഈ പറയപ്പെട്ട 98% ആളുകളും അനുഭവിക്കുന്ന സുഖവും സന്തോഷവുമാണ്. ആ സന്തോഷവും സമാധാനവും കണ്ട് ഈ ലോകത്തും വിശ്വാസികൾ എന്ന നിലക്ക് പരലോകത്തും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ എല്ലാ പെൺകുട്ടികളും, പ്രത്യേകിച്ച് പുതുതലമുറ, ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ മാനസികമായി ശാരീരികമായി ഒക്കെ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയും, ഒപ്പം തന്നെ മാതാപിതാക്കൾ ഒരുപാട് പേര് ആശങ്ക വെച്ച് അവരുടെ ആശങ്കകൾക്ക് പരിഹാരമായി നമ്മുടെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനുള്ള സൗഭാഗ്യവും ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.